ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോളേ വെറുതെ ഒന്ന് പുറത്ത് കൂടെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് വരാം കേട്ടോ. ഞാനുണ്ട്, പെണ്ണുണ്ട്, വേറെ ആരുള്ള പെണ്ണു ചെങ്കള കിട്ടുമോ നോക്കട്ടെ ആരെങ്കിലൊക്കെ. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് തന്നെ വരാം. കുറേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഇൻഷാ അല്ലാ. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? വിശേഷങ്ങൾ ഇപ്പോൾ 2 ദിവസമായിട്ട് വിശേഷങ്ങളൊന്നും വിട്ടിട്ടില്ല, വീഡിയോസ് എടുത്തിട്ടില്ല. ചെറിയൊരു ക്ഷീണത്തിലായിരുന്നു, അലർജി പ്രശ്നമുണ്ട്, മരുന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ വണ്ടി കോട്ടെടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരാം. ഓക്കെ. അപ്പോൾ ഗേസ് അങ്ങനെ ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വെള്ളം ഒഴുക്കുണ്ടോ, വെള്ളം ഇതിലേക്ക് ഒഴുകണമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം പല സ്ഥലത്ത് കൂടി. സംഭവം നല്ലൊരു വൈബാണ് ഇവിടെ. കുട്ടികളെ കൊണ്ടൊക്കെ വന്നാലേ വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം ഇങ്ങ് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെട്ടാൽ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ സമയം പോക്കിന് ചെറിയ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെ സംഗതികൾ നടക്കുന്നത്. അപ്പോൾ 2 വർഷം മുന്നേ ഒന്ന് വന്നതാണ്, അപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഗതി നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. മുളങ്കൂട്ടം, പാറക്കല്ലുകൾ, മൊത്തത്തിലാകെ ഒരു പാറക്കുട്ടമയം ഉണ്ടാവും. നല്ല രസമല്ലേ? ഇവിടെ എന്താ കുറേ മാറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിക്കണേ മേലെ ഉണ്ടോ. മൊത്തത്തിലൊരു വെള്ളത്തിൻ്റെ ഒരു പരിപാടി എന്താ സെറ്റാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടാണ്. ഒന്നും പൂർത്തിയായില്ല, വരാൻ കിടക്കുന്നുള്ളൂ. എന്തൊക്കെയോ പദ്ധതി വരാനുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ്. കണ്ടോ പാറക്കൂട്ടങ്ങളും. പെണ്ണോ ഇതെന്തെങ്കിലുമൊക്കെ പറയും, ഒന്നും പറയല്ലേ. പെണ്ണു ഇവിടെ ആദ്യമായിട്ട് വരാം കേട്ടോ. അതിന് മുമ്പ് 1 പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് പെണ്ണുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഞങ്ങളിങ്ങനെ അന്ന് വന്ന് പോയി ഒറ്റയ്ക്ക് സുഹൃത്തുക്കളെ കൂടെ. അപ്പോൾ പെണ്ണൂന് ഒരു കമ്പം ഇവിടെ നിന്ന് വന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ വന്നാണ് ഗെയ്സ്. ഇത് അന്നില്ല കേട്ടോ, ഇത് പുതിയ ഉണ്ടാക്കിയാണ്. ഐ ലവ് മിഡ്ലാൻഡ് റിസോർട്ട് കരുവാരക്കുണ്ട്. ഇവിടെ റിസോർട്ടുകൾ കുറേ ഉണ്ട്. ആ കാണുന്നത് മേൽ ഭാഗത്തൊക്കെ റിസോർട്ടുകളാണ്. ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് കേട്ടോ. ചെറിയ പൈസക്ക് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് പോകാം, ഒരു ദിവസം തങ്ങാം, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കറങ്ങി തിരിഞ്ഞ് പോവാം. ഉണ്ടോ കുട്ടികളായിട്ടൊക്കെ വന്നിങ്ങനെ എൻജോയ് ചെയ്ത്. കാര്യമായിട്ട് കൊച്ചു കുട്ടികളെ കൊണ്ടാണ് രസം. കളിക്കണ പ്രായമുള്ള കുട്ടികൾ, അവർക്കുള്ള ടൈം പാസിങ്ങാണ് ഇവിടെ കാര്യമായിട്ട്. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഉണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താ നോക്കാം നമുക്ക്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോ അവിടെ. അപ്പോൾ ഗൈസ് എന്തോ ഇപ്പോൾ ഓപ്പണായില്ല, കാരണം ആളുകളില്ലാത്തതുകൊണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ കുറഞ്ഞ ആളുകൾ എത്തിയിട്ടുള്ളൂ. പിന്നെ ഇപ്പം ശനിയാഴ്ച ആണ്, ഹോളിഡേ ഒന്നും അല്ലല്ലോ. സ്കൂളുകൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികളും ഫാമിലിയൊക്കെ വരുള്ളൂ. മദ്യപിച്ച് സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് മദ്യവുമായി പ്രവേശിച്ചാൽ 10,000 രൂപ ഫൈൻ. ഫാമിലി ഗ്രൂപ്പ് 1500 രൂപ. അങ്ങനെയാണ് സംഭവം. സിംഗിൾ 150 രൂപ. ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്, ചെറുതായിട്ട് അടിച്ചു പൊളിക്കാനുള്ളൊരു സമയം. 1 മണിക്കൂർ നേരത്തേക്ക് ഉള്ളൂ കേട്ടോ. അതൊന്നും വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. എന്തായാലും അല്ല, ഓടൻ്റെ ഇല കൊണ്ട് മേഞ്ഞൊരു ഷെഡ്. ഇവിടെ വേറെ വൈബാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ മറ്റ് കലാപരിപാടികളൊക്കെ നടക്കും. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ആളുകളില്ലാത്തതുകൊണ്ടേ കാഴ്ചക്കാർ കുറവുള്ള ദിവസങ്ങളാണ്, മനസ്സിലായോ. കാഴ്ചക്കാർ കുറവുള്ളൊരു പ്രയർ റൂമുണ്ട്. പെണ്ണ് നിസ്കരിക്കാൻ പോയിക്കണേ.
അപ്പോൾ ഞാനത് കുറച്ചേരോട് വീഡിയോ പിടിക്കട്ടെ. ഇതുണ്ടോ, ഇത് സ്വിമ്മിങ് പൂളാണ്. ഫാമിലി ആയിട്ട് കയറാം, സിംഗിളായിട്ട് കയറാം. സംഭവം രസമാട്ടോ അവിടെ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് ഡ്രീം ലാൻഡ് വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ പോയിട്ട് റിസോർട്ടിലേക്കുള്ള വഴിയാണോ അറിയത്തില്ല, പോയി നോക്കാം. റിസോർട്ടുകളൊക്കെ മേൽഭാഗത്തുണ്ട് ഇഷ്ടം പോലെ. പ്രവേശനം താമസക്കാർക്ക് മാത്രമാണ്. അപ്പം നമ്മൾ താമസക്കാരല്ലാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശരിയല്ല. ഉണ്ടോ സംഗതി ശകലം കയറി നോക്കാം. നമ്മുടെ ഓപ്പണായി കിടക്കില്ല. അപ്പോൾ റിസോർട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിസോർട്ടുകളുണ്ട്. ഉണ്ടോ, ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ ബോർഡ് അവിടെയും കാണുന്നുണ്ട്. അവരതാണ് സംഭവം. ഇതൊക്കെ റിസോർട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. ചെറിയ സംഖ്യയ്ക്ക് ഇവിടെ റിസോർട്ടുകൾ സെറ്റപ്പായിട്ട് കിട്ടും. കുളം വറ്റിച്ച് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. ചിലപ്പോൾ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുന്നുണ്ടാവും. എന്താ, ഒരു കുളമായിരുന്നു, കുളം മാതിരി ആക്കിയെടുക്കുകയാണ്. അവിടെ നല്ല വെള്ളം അതിനകത്ത് പൊങ്ങി വരുന്നുണ്ട്. എൻ്റെ മോട്ടറൊക്കെ വെച്ച് വറ്റിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വരും. അടിപൊളിയായിട്ട് ഇച്ചിരി വെള്ളം കെട്ടി നിർത്തുന്ന പരിപാടി എന്തെങ്കിലുമൊക്കെ വരും. അടിപൊളിയാവും. അപ്പോൾ ഏതായാലും നമുക്കിവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കുറേ നാളായി തുടങ്ങിയിട്ട് ഒരു സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നല്ല വൈബ് ഉണ്ടാവും കാണാം കുറച്ച് കഴിഞ്ഞ്. കഴിഞ്ഞോ കഴിഞ്ഞില്ലേ?